വെണ്ണല ക്ഷേത്രം 75 ലക്ഷം രൂപയാണ് അമ്മ എന്ന സിനിമാക്കാരുടെ സംഘടനയ്ക്ക് സംഭാവന നൽകിയത്. ഇതേ അമ്പലത്തിൽ അമ്മയിലുള്ളവർ പോയി തിരുവാതിര കളിച്ചത് ഈയിടെയാണ്. സമർപ്പണം പോലെ നടത്തുന്നു എന്നൊക്കെയാണ് അന്ന് അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും ഏതാണ്ട് മനസ്സിലായി വരുന്നുണ്ട്. സ്പോൺസർഷിപ്പ് കിട്ടിയത് കൊണ്ടുള്ള ഉപകാരസ്മരണ ആയിരുന്നു അന്നത്തെ നടിമാരുടെ തിരുവാതിര കളി. എറണാകുളം തൃക്കാക്കര വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാനാണ് TG നന്ദകുമാർ. ആളെ മനസ്സിലാക്കാൻ ദല്ലാൽ എന്ന പേരും ചേർത്ത് പറയണം. ദല്ലാൽ നന്ദകുമാർ പറയുന്നത് ഈ സ്പോൺസർഷിപ്പ് തുകയുടെ ഒരു ഭാഗം കൊടുത്തെന്നും ഇനിയും നൽകാൻ ബാക്കിയുണ്ടെന്നുമാണ്. നിയമവശങ്ങൾ നോക്കിയാണ് ഈ കരാറിൽ ഒപ്പിട്ടത്. മറ്റ് സിനിമാ താരങ്ങൾക്കൊപ്പം ശ്വേതാ മേനോൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ 2 വർഷം മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. ആ പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്പോൺസർഷിപ്പ് അവർ ചോദിച്ചത്. അമ്മയിലെ 90% അംഗങ്ങൾക്കും പെൻഷൻ വർദ്ധിപ്പിക്കാനും മറ്റുമാണെന്ന് പറഞ്ഞാണ് ഈ തുക ആവശ്യപ്പെട്ടത്. അവർ ആ പണം എവിടെ ഉപയോഗിച്ചു എന്നതിന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ട കാര്യം തങ്ങൾക്കില്ല എന്നും നന്ദകുമാർ പറയും. മുമ്പൊന്നും അമ്മ ഇങ്ങനെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തിട്ടില്ല. ഇടവേള ബാബു ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അതും സ്പോൺസർഷിപ്പ് ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാൽ പ്രതിഫലം വാങ്ങിയാണ് ഇടവേള ബാബു ആ പരിപാടിക്കൊക്കെ എത്തിയത്. സൗജന്യമായി ഒരു നടനും നടിയും അവിടെ എത്തിയിട്ടില്ല. അക്കൗണ്ട് വഴിയാണ് പണം നൽകിയത്. കയ്യിൽ കൊടുക്കാറില്ല എന്നും നന്ദകുമാർ പറയും. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ തർക്കങ്ങൾക്ക് ശേഷം ക്ഷേത്രത്തിലെ പരിപാടിയിൽ അൻസിബ പങ്കെടുത്തപ്പോഴുണ്ടായ സംഭാഷണത്തെക്കുറിച്ചും നന്ദകുമാർ പറയുന്നുണ്ട്. അൻസിബ കഴിഞ്ഞ മെയ് 2-നും ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. അവർ ക്ഷേത്രത്തെ എതിർത്തിട്ടില്ല, പൊതുവായി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നും നന്ദകുമാർ പറഞ്ഞു. അമ്മ കുടുംബസംഗമത്തിന്റെ ടൈറ്റിൽ സ്പോൺസർഷിപ്പിനായി 75 ലക്ഷം രൂപയുടെ കരാറിലാണ് ഒപ്പിട്ടിട്ടുള്ളത്. ട്രസ്റ്റ് ചെയർമാനായ നന്ദകുമാറും അമ്മ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. എന്നാൽ മതസ്ഥാപനങ്ങളിൽ നിന്നും സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി അൻസിബ ഈ കരാറിനെ എതിർത്തിരുന്നു. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചാരിറ്റി സംഘടന മതസ്ഥാപനങ്ങളിൽ നിന്നും പണം വാങ്ങരുതെന്ന ശക്തമായ നിലപാടാണ് അമ്മയുടെ ജോയിന്റ് സെക്രട്ടറിയും നടിയുമായ അൻസിബ ഹസൻ സ്വീകരിച്ചത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അൻസിബ ഈ കരാറിനെ പരസ്യമായി തന്നെ എതിർത്തുവെങ്കിലും ഭൂരിപക്ഷ പേരും പിന്തുണച്ചോടെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാൻ സംഘടന തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ അൻസിബയുടെ ഈ ആക്ഷേപങ്ങളെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിരുന്നു. ആരുമില്ലാത്ത കലാകാരന്മാരെ സഹായിക്കാൻ ആരിൽ നിന്നും സംഭാവന സ്വീകരിക്കുന്നതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളും ഇല്ലെന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞത്. എന്നാൽ പാവപ്പെട്ട കലാകാരന്മാരെ സഹായിക്കാൻ ക്ഷേത്രം നൽകാൻ തീരുമാനിച്ച തുക സംഭാവനയായി സ്വീകരിക്കുന്നതിന് പകരം സ്പോൺസർഷിപ്പ് ആക്കി മാറ്റിയത് ശ്വേതാ മേനോൻ ആണെന്നും അതിനായി അവരുടെ അടുത്ത ഒരു വ്യക്തി ഇടനിലക്കാരനായി പ്രവർത്തിച്ചതായും ചില ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. പണമിടപാടുകളിലെ ഈ സുതാര്യത കുറവും സ്പോൺസർഷിപ്പിലെ ധാർമ്മികതയും വരും ദിവസങ്ങളിൽ താരസംഘടനക്കുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ഈ കരാറിലെ ധാരണ പ്രകാരം 30 ലക്ഷം ആദ്യ ഗഡുവായി അമ്മയ്ക്ക് കൈമാറിയിരുന്നു. 45 ലക്ഷം രൂപ ഇനിയും നൽകാൻ ബാക്കിയുണ്ട്. കുടുംബ സംഗമ വേദിയിൽ ക്ഷേത്രത്തിന്റെ പരസ്യം വേണ്ട പോലെ പ്രദർശിപ്പിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ബാക്കി പണം നൽകാതിരുന്നത്. നാട്ടുകാരുടെ സിനിമാ പ്രേമം കാരണം പണം ഉണ്ടാക്കുന്നവരാണ് നമ്മുടെ നടീനടന്മാർ. അവരുടെ സംഘടനക്ക് അമ്പലം ഒക്കെ സ്പോൺസർ ആകുക എന്നത് വിചിത്രമായൊരു കാര്യമാണ്. പൊതുവെ അമ്പലത്തിലേക്കാണ് സിനിമാക്കാർ സംഭാവന നൽകാറുള്ളത്, അല്ലെങ്കിൽ പരിപാടികൾ സ്പോൺസർ ചെയ്യാറുള്ളത്. ഈ അമ്പലത്തിലെ പണം എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ പിഴിഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസം തലക്ക് പിടിച്ചവർ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്ന കാശെല്ലാം ചേർന്നതാണ്. തങ്ങൾ ആരാധിക്കുന്ന ഈശ്വരനെ എങ്ങനെയെങ്കിലും ഒരു കോടീശ്വരനാക്കാൻ വേണ്ടിയാണ് വിശ്വാസികൾ ക്ഷേത്രത്തിൽ കാണിക്കയായി പണം ഇടുന്നത്. ആ പൈസയാണ് പണം കൊണ്ട് അമ്മാനമാടുന്ന 1-2 സിനിമകളിൽ അഭിനയിച്ചാൽ പിന്നെ ഹമ്മറും ജാഗ്വാറും ഒക്കെ വാങ്ങുന്ന സിനിമാക്കാർക്ക് ഫ്രീ ആയി കൊടുക്കുന്നത്. എരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുന്നു, അത്രയേ ഉള്ളൂ. ഈ ടിനി ടോം എന്ന മതവെറിയന്റെയും മറ്റുള്ള സിനിമാക്കാരുടെയും മനോഭാവം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു മതത്തിന്റെയും സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് നീനാക്കുറുപ്പും അൻസിബയും പറയുന്നു. ആ പണം കിട്ടുന്നത് മുടക്കാൻ നോക്കിയതിന്റെ പേരിൽ അൻസിബ ഹസൻ ജിഹാദിയായി മാറുന്നു. അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും നീനാക്കുറുപ്പ് ഇപ്പോഴും ഹിന്ദു ആയി തന്നെ തുടരുന്നുണ്ട്. കാരണം ജിഹാദി എന്ന വാക്ക് അവിടെ പ്രയോഗിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് ടിനി ടോമിനും കൂട്ടുകാർക്കും നന്നായി അറിയാം.